ഇന്നലെ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10:30 മണി വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ യോഗം ചേരുകയുണ്ടായി. വളരെ വിശദമായ ചർച്ചകളാണ് അതിൽ നടത്തപ്പെട്ടത്. 2 പേരൊഴികെ ബാക്കി എല്ലാവരും അത്തരമൊരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ സംബന്ധിക്കുകയുണ്ടായി. അവരെല്ലാം തന്നെ അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അതിൽ പ്രധാനമായും ചർച്ച നടത്തിയത് 25/8/2020 ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കൂടി ആരായുക എന്നതാണ്. അതിന്റെ വെളിച്ചത്തിൽ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയുണ്ടായി. ആ പ്രമേയം ഞാൻ നിങ്ങളുടെ അറിവിനായി ഒന്ന് വായിക്കാം. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും ഊർജ്ജസ്വലമാക്കാനും ഇന്നലെ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനത്തെ KPCC ഐക്യകണ്ഠേന സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി BJP ഗവൺമെന്റ് നടത്തുന്ന ജനദ്രോഹ നയത്തിനെതിരെയുള്ള പോരാട്ടത്തിന് KPCC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തുടർന്നും നേതൃത്വം നൽകണമെന്ന് KPCC ആവശ്യപ്പെടുന്നു. വർക്കിംഗ് കമ്മിറ്റി തീരുമാനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും സോണിയാഗാന്ധിക്ക് പിന്നിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ അടിയുറച്ചു നിൽക്കുമെന്നും ഇതിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നലെ പാസാക്കിയ പ്രമേയം. പിന്നെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ച കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേരിയിലെ 2 യുവ കോൺഗ്രസുകാരുടെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചുള്ള ഉത്തരവാണ്. കൃപേഷ് ശരത്ല എന്ന ഞങ്ങളുടെ 2 യുവ പ്രവർത്തകന്മാർ അവരെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തിലെ മനസ്സാക്ഷി ഞെട്ടിപ്പിച്ചാണ്. നിഷ്ഠൂരവും പ്രാകൃതവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് കേരളം ദർശിച്ചത്. അതേക്കുറിച്ച് നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് കേരളം തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇതേക്കുറിച്ച് ആദ്യം അന്വേഷിച്ചത് നമ്മുടെ ലോക്കൽ പോലീസാണ്. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിന് കേസ് മാറുകയുണ്ടായി. 3 തവണയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയുണ്ടായത്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അതായത് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം പോലീസ് സത്യസന്ധമായി അന്വേഷണം നടത്തുന്നതിന് പകരമായി ആ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രതികൾ സാക്ഷികളാവുന്ന സ്ഥിതിയാണ് കേരളം ദർശിച്ചത്. ഒടുവിൽ രക്ഷിതാക്കന്മാർ അവർ കോടതിയിലേക്ക് പോവുകയും സിംഗിൾ ബെഞ്ച് CBI എൻക്വയറി നടത്തുന്നത് അനിവാര്യമാണ് എന്ന നിഗമനത്തെത്തിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ആ കേസിൽ പിന്നീട് അപ്പീൽ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടത്. സർക്കാർ ചെലവിലാണ് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകന്മാരെ ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ കേസ് വാദിക്കാനുള്ള തീരുമാനം ഈ സർക്കാർ എടുത്തത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് 1,85,00,000 രൂപയോളം ആ കേസിന് വേണ്ടി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് നികുതിദായകന്റെ പണം ചെലവഴിക്കേണ്ടായി. ഇപ്പോൾ കേരള ഹൈക്കോടതി വീണ്ടും ആ കേസ് വന്നപ്പോൾ ഹൈക്കോടതി CBIക്ക് ആ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമായിട്ട് ഞങ്ങൾ കാണുകയാണ്. കുറ്റവാളികൾ എത്ര ഉന്നതന്മാരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ CBI അന്വേഷണത്തിന് നിർഭയമായിട്ട് മുന്നോട്ട് പോകാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതുവഴി
നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് എന്നേക്കും അന്ത്യം കുറിക്കാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളം അതിനെ വളരെ ആശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. അതൊരു ശുഭ സൂചകമായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങളത് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്നലെ കേരളത്തിലെ നമ്മുടെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിൽ ഒരു അഗ്നിബാധ ഉണ്ടാവുകയുണ്ടായി. KPCCയുടെ അധ്യക്ഷതയിൽ ഞാനിവിടെ കാലത്ത് ആരംഭിച്ച എൻ്റെ ഉപവാസ പരിപാടി അത് അവസാനിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത് 5:45 സെക്രട്ടേറിയറ്റിൽ അഗ്നിബാധയുണ്ടായിരിക്കുന്നു. അതീവമായ സുരക്ഷാ സന്നാഹങ്ങളുള്ള നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിലാണ് ഇങ്ങനെയൊരു അഗ്നിബാധ ഉണ്ടായതെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. അവിടെ അഗ്നിബാധ നടന്ന സ്ഥലമാകട്ടെ മന്ത്രിമാരുടെ വിദേശയാത്ര, വിരുന്ന്, സൽക്കാരം, ഗസ്റ്റ് ഹൗസുകൾ ആർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായ ഫയലുകൾ സൂക്ഷിച്ച സെക്ഷനുകളിലാണ് ഈ തീപിടുത്തമുണ്ടായത്. പ്രോട്ടോകോൾ സംബന്ധമായ സുപ്രധാന വിവരങ്ങളും ഈ സെക്ഷനിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവപൂർണമായ ഒരു അന്വേഷണം, ആ അന്വേഷണമാകട്ടെ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് സംബന്ധമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അതും പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിൽ മുഖ്യ പ്രതികളായിക്കൊണ്ടാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നു. വരുമ്പോൾ അവിടെ യാത്രകൾ സംബന്ധമായി, പ്രോട്ടോകോൾ സംബന്ധമായി അതീവ രഹസ്യ സ്വഭാവമുള്ള സുപ്രധാനമായ ഫയലുകളാണ് ഒരുപക്ഷെ അവിടെ കത്തി നശിച്ചു പോയിട്ടുണ്ടാവുക. ഇത് അന്വേഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ആരെയാണ് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? അദ്ദേഹം ഇത് അന്വേഷിക്കാൻ വേണ്ടി തന്റെ വിശ്വസ്തന്മാരായിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാരെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അജ്ഞാനുവർത്തികളായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ. അവർ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമോ, ആ റിപ്പോർട്ട് ലഭിക്കുമോ എന്ന കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരിക്കലും മാത്രം ഒരു റിപ്പോർട്ട് കേരളീയ മനസാക്ഷി മുമ്പിൽ അവതരിപ്പിക്കാനോ വയ്ക്കാനോ ഈ ഗവൺമെന്റ് സാധ്യമല്ല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ അന്വേഷണം പ്രഹസനമാണ്, ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഈ അന്വേഷണമല്ല വേണ്ടത്. ഈ ഒരു അഗ്നിബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അന്വേഷണം കേന്ദ്ര ഏജൻസി തന്നെ ആ അന്വേഷണ ചുമതല ഏറ്റെടുത്തല്ലാതെ കേരളീയ പൊതുസമൂഹത്തിന് ഇത് സംബന്ധമായി ഉണ്ടായിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ CCTV സംബന്ധമായിട്ടുള്ള സുപ്രധാനമായ വിവരങ്ങൾ അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടിമിന്നലേറ്റ് അത് തകർന്നു പോയിട്ടുള്ളത്. അതും ദുരൂഹമായ സാഹചര്യത്തിലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇടിമിന്നലേറ്റ് CCTV നശിക്കുന്നു. ഇന്നലെ ദുരൂഹമായ സാഹചര്യത്തിൽ സുപ്രധാനമായ ഫയലുകൾ സൂക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റിലെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NIAക്ക് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള സുപ്രധാനമായ രേഖകളാണ് നഷ്ടപ്പെട്ടത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ CCTV അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇതുവരെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് സമർപ്പിക്കാത്ത സാഹചര്യവും ഇന്നലെ ഉണ്ടായ തീപിടുത്തവും ഒക്കെ തന്നെ നിങ്ങൾ കൂട്ടി വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. KPCC അധ്യക്ഷ നിലയിൽ ഞാൻ, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രിമാൻ ഉമ്മൻചാണ്ടി, ഇതിനൊക്കെ പുറമെ ഞങ്ങൾ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ UDFന്റെ സംയുക്ത യോഗം, ഞങ്ങളെല്ലാം തന്നെ പറഞ്ഞത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ്.
കാരണം ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2008 ബോംബെ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രശസ്തമായ ഒരു ഏജൻസിക്ക് ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊടുത്തത്. 2009 മുതൽ 14 വരെ ഞാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുകൊണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യക്ഷമതയെ, പ്രവർത്തനത്തെ, അവരുടെ മിടുക്കിനെ, അവരുടെ സത്യസന്ധതയെ, പ്രാഗൽഭ്യത്തെയൊക്കെ തന്നെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി, ഇത് സംബന്ധമായ അന്വേഷണം അതിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ, അതിന് ടോട്ടാലിറ്റിയിലെത്തണമെങ്കിൽ ഈ ഏജൻസി മാത്രം പോരാ എന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. ഈ ഏജൻസി ആകട്ടെ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അത് പ്രധാനമായും അന്വേഷിക്കുന്നത് ഒരു ടെററിസ്റ്റ് ആംഗിൾ അല്ലെങ്കിൽ ഫണ്ടിങ് ഇത്തരം ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യമാണ്. മറ്റൊരു പ്രധാന ചുമതല നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കുള്ളത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇത്തരം അന്താരാഷ്ട്ര മാനമുള്ള കള്ളക്കടത്തുകൾ, അതുപോലെ ടെററിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു ഏജൻസി ആയിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. ഇതിനൊക്കെ തന്നെ പുറമെ ഫോർഫീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നോട്ടുകൾ, ഫേക്ക് കറൻസി, അതിന്റെ സർക്കുലേഷൻ, അതുപോലെ സൈബർ ക്രൈം, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും NIA അന്വേഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കൊപ്പം തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ഈ കേസ് അന്വേഷിക്കണമെന്ന കാര്യം. എങ്കിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക വൃന്ദവുമായി ബന്ധപ്പെട്ട ആളുകളെ, അവരെയൊക്കെ തന്നെ, അവരുടെ അഴിമതിയെ, അതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്ന് തുടരെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം, ഇവിടെ സംശയം ബാക്കി നിൽക്കുകയാണ്. രാജ്യാന്തര മാനമുള്ള ഈ സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരാണ്. എന്തുകൊണ്ട് സുപ്രധാന രേഖകൾ അത് കണ്ടെത്താൻ വേണ്ടി ജാഗ്രതയോടുകൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുവരെ പോയില്ല? അതിന് ഉത്തരം പറയേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെയാണ്. സാധാരണ ഇത്തരം അന്താരാഷ്ട്ര മാനമുള്ള ഒരു കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതിൽ ഇൻവോൾവ് ചെയ്ത ആളുകളൊക്കെ തന്നെ വൻ സ്രാവുകളാണ് എന്ന് വരുമ്പോൾ, ആ അന്വേഷണം എത്ര ത്വരിതഗതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്? അങ്ങനെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സുപ്രധാനമായ തെളിവുകൾ നശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അത് ചോദിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ആ രേഖകളൊക്കെ തന്നെ കണ്ടെത്താൻ ഇന്നത്തെ നിലയിൽ സാധിക്കുമായിരുന്നു. അതൊരിക്കലും നാഷണൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ കാലവിളംബം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് വിശദീകരണം നൽകാൻ ഈ ഒരു ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നത്. NIA സൽപ്പേരിന് പോലും കളക്കമുണ്ടാക്കിയിരിക്കുന്നു ഈ നടപടി. പിന്നെ NIA മാത്രം പോരാ, CBI വേണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഉന്നതങ്ങളിൽ അഴിമതി അന്വേഷിക്കണമെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണം. ആ കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. പിന്നെ റോ ഈ കാര്യത്തിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഇന്റലിജൻസ് ഏജൻസിയാണ് റോ എന്ന് പറയുന്ന ഏജൻസി. സെക്രട്ടറിയിലേക്ക്, തന്റെ ഓഫീസിലേക്ക്, അത് കഴിഞ്ഞ് തന്റെ വസതിയിലേക്ക് ഈ അന്വേഷണ ഏജൻസികൾ എത്താൻ പോകുന്നു എന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ഭയം? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഭയം? അവിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പേ ചർച്ച നടത്തി 3.25 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം നിങ്ങളൊക്കെ തന്നെ കേട്ടതാണ്.
നിങ്ങൾ പലരോടും ഞാൻ ചോദിച്ചോ പ്രസംഗം എങ്ങനെയുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞെന്താണ്? അറുബോറൻ പ്രസംഗം. എന്താണ് അദ്ദേഹം പ്രസംഗിച്ചെന്ന് അദ്ദേഹത്തിനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഒരു സമയം കൊല്ലി പ്രസംഗമായിരുന്നു ആ പ്രസംഗം എന്നാണ് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ചോദിച്ച ചോദ്യങ്ങൾക്ക്, നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല? അദ്ദേഹം ഉത്തരം പറയണം. അദ്ദേഹം ഉത്തരം പറയാൻ തയ്യാറായില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജയിലിൽ കിടക്കുന്ന സ്വപ്ന സുരേഷ് നിയമിച്ചത് ആരാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്വന്തം വകുപ്പായിട്ടുള്ള IT-യിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സാലറി വാങ്ങിക്കൊണ്ടാണ് അവർക്ക് നിയമനം കൊടുത്തത്. അതുപോലെ ശ്രീമാൻ ശിവശങ്കർ, ആ ശിവശങ്കറും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വന്നതുകൊണ്ട് തന്നെയാണ് സുപ്രധാനമായ ചോദ്യങ്ങൾ ഞങ്ങളുടെ ചുണക്കുട്ടികളായിട്ടുള്ള MLA-മാർ UDF-ന്റേത് നിയമസഭയിൽ ചോദിച്ചത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൂർത്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഉത്തരം പറയാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല. അതിന് ശ്രീമാൻ VD സതീഷ് ഉന്നയിച്ചിരിക്കുന്ന കൂരമ്പുകൾ പോലെയുള്ള ആരോപണം, അതിന് ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായില്ല. കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും നേതാക്കന്മാരായിട്ടുള്ള പടക്കുതിരകളായിട്ടുള്ള ഞങ്ങളുടെ അംഗങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി മറുപടി പറയണം, പറഞ്ഞേ മതിയാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങ് സ്വപ്ന സുരേഷിന് ഭയപ്പെടുന്നത്? ഒരക്ഷരം പോലും അങ്ങ് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് ശിവശങ്കറിന്റെ പേര് ഉച്ചരിക്കാൻ വേണ്ടി അങ്ങ് തയ്യാറാകാതെ പോയത്? ഭയമല്ലേ? ഞാൻ ധീരനാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അങ്ങ് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? അങ്ങേക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്, നിദ്രാവിഹീനമായ രാത്രികളാണ് അങ്ങേ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സായാഹ്ന പത്രസമ്മേളനത്തിൽ അങ്ങയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഞങ്ങൾക്കറിയാം അങ്ങ് എല്ലാറ്റിനെയും ഭയപ്പെടുന്നു. അങ്ങയുടെ നേരിനെ പോലും അങ്ങ് ഭയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. ഇത് കേരളത്തിന് അപമാനമാണ്. പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഇന്നലെ വരെ കാണാനോ കേൾക്കാനോ സാധിച്ചിട്ടില്ല. അത്രയേറെ നമ്മുടെ നാട്ടിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്ത സംഭവങ്ങളാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UDF കേരളം ഭരിച്ച കാലത്ത് ഈ സുപ്രധാനമായ ഫയലുകളൊക്കെ തന്നെ ഈ ഫയലുകളാക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നയതന്ത്ര ബാഗുകൾ, അത് സംബന്ധമായിട്ടുള്ള എല്ലാ കടലാസുകളും സുരക്ഷിതമാണോ? ഉത്തരം പറയണം. ആ കടലാസുകൾ സുരക്ഷിതമാണ് എങ്കിൽ 2018 11 തവണയും ലോക്ക്ഡൌൺ കാലത്ത് 23 തവണയും ഈ നയതന്ത്ര ബാഗുകൾ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. അവർക്ക് ഇത് സംബന്ധമായിട്ടുള്ള രേഖകളുണ്ട്. ഇത് സംബന്ധമായി അവർക്ക് എല്ലാ തരത്തിലുമുള്ള തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് പ്രോട്ടോകോൾ വിഭാഗം ഇതുവരെ ഈ രേഖകൾ ഹാജരാക്കാൻ തയ്യാറായില്ല? കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ട് പോലും അത് ഹാജരാക്കാത്തത് എന്താണ്? അത് വിശദീകരിക്കണം. സംഭവം നടന്നപ്പോൾ എന്നോട് പത്രലേഖകന്മാരെ സുഹൃത്തുക്കളാണ് പറഞ്ഞത്, 2 ഹാർഡ് കോർ CPM അനുഭാവികളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് വാർത്ത. അത് ശരിയാണോ? ശരിയെങ്കിൽ അവർക്ക് ഈ അഗ്നിബാധയുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് വിശദീകരിക്കണം. ഇതും ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കേവലം തന്റെ അജ്ഞാനുവർത്തിക്കായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് അന്വേഷണമല്ല വേണ്ടത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. സംഭവം നടന്ന ഉടനെ ദൃശ്യം പകർത്താനെത്തിയ നമ്മുടെ മാധ്യമ പ്രവർത്തകന്മാർ, ആ മാധ്യമ പ്രവർത്തകന്മാരെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് തടയുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകളിവില്ലാത്ത രൂപത്തിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ വേഷം ചമച്ചുകൊണ്ട് പത്രലേഖന്മാരെ എല്ലാ അർത്ഥത്തിലും ശാരീരികമായി തന്നെ ആ അങ്കണങ്ങളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമ്മുടെ കേരളം മാധ്യമങ്ങളിലൂടെ കണ്ടത്. ഇത് കേരളത്തിന് അപമാനമാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി
ചീഫ് സെക്രട്ടറി ആണോ? വിശ്വാസമേത്ര കേരളത്തിന് ചീഫ് സെക്രട്ടറി ആണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സേവകനാണോ എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കണം, മുഖ്യമന്ത്രി വിശദീകരിക്കണം. അപമാനമാണ്. ഞാൻ വീണ്ടും ഉത്തരവാദിത്വത്തോട് പറയട്ടെ, ഇദ്ദേഹം താമസിയാതെ മറ്റൊരു ശിവശങ്കരനായിട്ട് മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കുരുക്കുന്ന ഒരു കയറായിട്ട് അദ്ദേഹം മാറുമെന്ന കാര്യത്തിൽ അല്പം പോലും സംശയിക്കേണ്ടതായിട്ടുള്ള കേരളത്തിൽ കാത്തിരുന്ന അത് കാണണമെന്ന് ഞാൻ പറയട്ടെ. മാധ്യമപ്രവർത്തകരോട് കാണിച്ചിട്ടുള്ള ഈ അതിക്രമം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരിക്കൽ പോലും ഒരു ക്ഷമാപണം പോലും നടത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല പ്രശ്നം. നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര പത്രപ്രവർത്തകരായിട്ടുള്ള ശക്തമായ ഒരു കടന്നാക്രമണവും കയ്യേറ്റവുമായിട്ടാണ് അത് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, ശ്രീമാൻ VS ശിവകുമാർ, അദ്ദേഹം കേരളത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് MLA ആണ്. അദ്ദേഹത്തിന് പോലും സെക്രട്ടേറിയറ്റിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട നമ്മുടെ ശബരിനാഥ് MLA അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് സെക്രട്ടറിക്ക് കടക്കാൻ അവകാശം? പറയണം. എത്രയും വലിയ സുരക്ഷിതമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തീപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് പോയി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്കല്ലേ? ആ ഉത്തരവാദിത്തമാണ് ആ ജനപ്രതിനിധി നിർവഹിച്ചത്. അവരെ പോലും അപമാനിച്ചിരിക്കുന്നു. ഇത് സത്യത്തിൽ കേരളത്തിന് മൊത്തത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അപമാനമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നടപടി കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഒത്തുകളിയാണ്, ഒളിച്ചുകളിയാണ്. ഇത് മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയും അറിവോട് കൂടിയിട്ടാണ് ഇത്തരമൊരു അഗ്നിബാധ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം, അന്വേഷിച്ചേ മതിയാവുകയുള്ളൂ. ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്. കാരണം വിദേശ യാത്രകൾ സംബന്ധമായി ആരൊക്കെയാണ് വിദേശയാത്ര നടത്തിയത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും പരിവാരങ്ങളും നടത്തിയിട്ടുള്ള ആ വിദേശ യാത്രകൾ സംബന്ധമായിട്ട് സകല രേഖകളും ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ പറയുന്ന പ്രോട്ടോകോൾ വകുപ്പിലാണ്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാൻ സാധിക്കുമെന്ന ഭയം കൊണ്ട് മാത്രമാണ് ഇത് നടത്തിയത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് അവർ കടന്നു ചെല്ലുമെന്ന ഭീതി കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. എത്രയെത്ര യാത്രകളാണ് മന്ത്രിമാരും പരിപാലകരും കുടുംബങ്ങളും പോയിട്ടുള്ളത്. നമ്മുടെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ദൂർത്ത്, ധാരാളിത്തം, ഇങ്ങനെയുണ്ടോ ഒരു ഇടപാട്? ലോകത്തിലെ സർവാധിപതികളൊക്കെ തന്നെ ഇങ്ങനെയാണ്. അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, ജനങ്ങളോട് കൂറില്ല. അവരെല്ലാവരും ഇതുപോലത്തെ ദൂർത്തിലും ആഡംബരത്തിലും ജീവിച്ച ആളുകൾ തന്നെയാണ്. പിന്നെ ഇതിന് പുറമെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമാൻ ശിവശങ്കർ അദ്ദേഹം നടത്തിയ വിദേശ യാത്രകൾ, അത് സംബന്ധപ്പെട്ട രേഖകൾ അത് NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളും ഇന്ന് ഒരുപക്ഷെ കത്തിപ്പോയി എന്ന് പറഞ്ഞ ഫയലുകൾ ഉണ്ട് എന്ന് വരുമ്പോൾ അതൊരു രഹസ്യരേഖയല്ലേ? അത് നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ അഗ്നിബാധ എന്ന കഥയുണ്ടാക്കിയത്? പിന്നെ അഗ്നിബാധ സംബന്ധമായിട്ട് 3 or 4 റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഇന്നലെ ഞാൻ TV-യിൽ കേൾക്കുകയുണ്ടായി. നിങ്ങളായിരിക്കും റിപ്പോർട്ട് ചെയ്തത്. അതിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹണി എന്നോ മറ്റോ പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ധരിച്ചു സ്ത്രീയാണെന്ന്, പുരുഷ ശബ്ദമാണ് കേട്ടിരിക്കുന്നത്. ആ വ്യക്തി പറയുന്നു ഇത് കത്തിച്ചത് പിറ്റേന്ന് അദ്ദേഹം തിരുത്തുകയാണ് ഉണ്ടായത്. നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് പോലും വ്യക്തതയില്ല ഇത് കത്തിച്ചതാണ് എന്ന് ആദ്യം പറഞ്ഞ് പിന്നീട് തിരുത്തുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടത്. എങ്ങോട്ടേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്? മുഖ്യമന്ത്രി അങ്ങ് ഉത്തരം പറയണം. ഇന്ന് ക്യാബിനറ്റ് കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറിയെ അനുമോദിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ പേര് നൊബേൽ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റോക്ക്ഹോമിൽ പോയി അത് നിർദ്ദേശിക്കാനുള്ള സമ്മർദ്ദം PR ഏജൻസികൾക്ക് നടത്തുക മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയും ഒരു നാണം കെട്ട ഭരണകൂടവും നമ്മുടെ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി, ഞാൻ പറയട്ടെ, അങ്ങ് എന്താണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തത്? അങ്ങ് എന്താണ് നമ്മുടെ പത്രലേഖന്മാരോട് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത്?
പോകട്ടെ, പുരുഷന്മാരായ പത്രലേഖകന്മാരാണെങ്കിൽ അതുപോലെ ചുട്ട മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അവർ ചെയ്യാറുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങളിൽ പലരും അദ്ദേഹത്തെ കണ്ടാൽ കവാത്ത് മറക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടിട്ടുള്ളത്. നാണക്കേടാണ്. പാടില്ല. ചോദിക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് ചോദിക്കാത്തതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഏകാധിപതിയായി മാറിയിട്ടുള്ളത് എന്നും ഞാൻ പറയട്ടെ. പിന്നെ എന്റെ മഹിള പത്രലേഖികയായിട്ടുള്ള സഹോദരിമാർ എത്ര അന്തസ്സുള്ള പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ചൂടുന്നു, മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നു, അവർക്കെതിരെ തട്ടിക്കയറാൻ ശ്രമിക്കുന്നു. ആരെങ്കിലും നേരിട്ട് കടന്നാക്രമണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ സൈബർ തെമ്മാടികളെ വെച്ചുകൊണ്ട് അവർക്കെതിരായി എന്തെന്നില്ലാത്ത അധിക്ഷേപം നടത്തുന്നത് വരുമ്പോൾ ഇതെങ്ങനെ പൊറുക്കാൻ സാധിക്കും? ഇത് പ്രബുദ്ധ കേരളമാണോ? ഒരു സംസ്ഥാനത്തും ഒരു മുഖ്യമന്ത്രിയും ഇന്നോളം ഇതുപോലെ അസഹിഷ്ണുത കാട്ടിയിട്ടില്ല. ഒരു 10-40 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ചും അറിയാവുന്ന ഒരാളത്തിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിൽ ഭരണസ്തംഭനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പോയി അന്വേഷിക്കൂ. ലക്ഷക്കണക്കിന് ഫയലുകളാണ് തീരുമാനം കാത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഭരണമില്ല, ഭരണസ്തംഭനം. ഭരണമില്ല, ഭരണ പ്രതിസന്ധി. മുഖ്യമന്ത്രിക്ക് ഒന്നിനും സമയമില്ല. അദ്ദേഹം സ്വർണ്ണക്കടത്ത് പുറത്തു വന്ന സന്ദർഭത്തിന് ശേഷം അദ്ദേഹത്തെ നമ്മൾ ആരും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ നേരമില്ല. അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികൾ എപ്പോഴാണ് തന്റെ ഓഫീസിലേക്ക് കടന്നു വരിക, അത് കഴിഞ്ഞ് തന്റെ വസതിയിലേക്ക് കടന്നു വരിക, അതുപോലെ താനുമായി ബന്ധപ്പെട്ട തന്റെ അനുചരന്മാരുടെ തന്റെ ഉപചാരവൃത്തത്തിന്റെ വീടുകളിലേക്ക് വരിക, അവസാനം തന്റെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള പേടിയുമായിട്ടാണ് ഈ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നത്. ഞാൻ എത്രയോ മാസങ്ങൾക്കും ഇവിടെ വെച്ച് ഞാൻ പറയുകയുണ്ടായി, ഞാൻ കണ്ട രാഷ്ട്രീയക്കാരിൽ ഏറ്റവും വലിയ ഭീരു അദ്ദേഹമാണെന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. തന്റെ നേരിൽ പോലും പേടിക്കുന്ന ഭീരു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കില്ല. ഞാനൊരു കാര്യം, നിങ്ങളൊക്കെ തന്നെ പഴയ കാലത്തെ പോലെ ഒന്നല്ല. നിങ്ങളൊക്കെ തന്നെ ജേർണലിസം പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ജേർണലിസം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ഞാൻ നിങ്ങളെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുകയാണ്. 1933 ഫെബ്രുവരി 1-ാം തീയതി ജർമ്മൻ ചാൻസലർ നിലയിൽ ഹിറ്റ്ലർ, സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകത്തെ കിടുകിടാവിറപ്പിച്ച സ്വേച്ഛാധിപതി, ആ സ്വേച്ഛാധിപതി റീസ്ടാഗിനെ അഭിസംബോധന ചെയ്യുന്നു. റീസ്ടാഗ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം. അവിടെ 1894 സ്ഥാപിതമായ നമ്മുടെ പാർലമെന്റിന് സമാനമായിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്ന ആ ഒരു മഹാസ്ഥാപനം, അവിടെ വെച്ച് അദ്ദേഹം റീസ്റ്റാറിനെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 4 വർഷക്കാലം കൊണ്ട് ഞാൻ കൃഷിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം. അത് കഴിഞ്ഞിട്ട് യുവാക്കന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വലിയ തൊഴിലില്ലായ്മ രാജ്യത്തുണ്ട്, ആ തൊഴിലില്ലായ്മ മുഴുവൻ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. അതുകൊണ്ട് എനിക്ക് വേണ്ടത് രാഷ്ട്രീയമായിട്ട് എന്നെ ആരും എതിർക്കരുത്. അതുകൊണ്ട് തന്നെ എന്നെ എതിർക്കുന്ന രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന്റെ ഭീഷണിയായിട്ട് പ്രസിദ്ധീകരണങ്ങൾ അത് നിരോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിന്നീട് ഈ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച സ്വേച്ഛാധിപതിയായിട്ടുള്ള ഫാസിസ്റ്റ് ആയിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ കാണിച്ചെന്ന കാര്യം നമ്മൾ ഓർക്കണം. അതിന് പോലീസിന് അധികാരം കൊടുത്തിരിക്കുകയായിരുന്നു പത്രലേഖകന്മാരെ പിടിക്കാൻ, പത്രപ്രവർത്തകരെ വായ മുടിക്കെട്ടാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. സമാനമായ സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്? അസഹിഷ്ണുതല്ലേ പത്രക്കാരോട് കാണിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞ് ഹിറ്റ്ലർ തന്നെ മാർച്ച് 5-ാം തീയതി വീണ്ടും റീസ്റ്റാഗിനെ അഭിമുഖിച്ചുകൊണ്ട് അദ്ദേഹം 6 ദിവസം മുമ്പ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വരുന്നു. ആ സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത് ബെർലിനിലെ
ഈ പറയുന്ന റീസ്റ്റാഗ് ആ കെട്ടിടത്തിന് തീ കൊടുത്തിരിക്കുന്നു. ആ കെട്ടിടം അഗ്നിക്കിരയായിരിക്കുന്നു. അതിന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. സമാനമായ അവസ്ഥയാണ് ഇന്നലെ നമ്മുടെ കേരളം ദർശിച്ചത്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പിന് തീ കൊടുത്തുകൊണ്ടാണ് ആ ഹിറ്റ്ലർ നടത്തിയ നാടകം പോലെ തന്നെ രേഖകളൊക്കെ നശിപ്പിക്കാനും ആ ഒരു മഹാസ്ഥാപനത്തെ അനാദരവ് കാണിച്ചുകൊണ്ട് അപമാനിക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയത് എന്ന കാര്യവും ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും പ്രബുദ്ധ കേരളം ഇത് കണ്ടില്ല, നടിക്കില്ല. ഉത്തരം മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരും. ആ ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളും കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞല്ലോ, എന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് അധികാരത്തിൽ വീണ്ടും തുടരുന്നത്? അങ്ങേക്ക് തന്റെ ഇടമുണ്ട് എങ്കിൽ നാളെ തന്നെ പറയുക, ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ ഇതാ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഞങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി, അങ്ങ് കേരളത്തിൽ ഒറ്റപ്പെട്ട തരത്തിൽ പശ്ചിമ ബംഗാളിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണത്തിന് സംഭവിച്ച പോലെ തന്നെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന അവസ്ഥയിലേക്ക് അങ്ങ് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഹിറ്റ്ലർക്കുണ്ടായ പതനം പോലെ തന്നെ അങ്ങേക്ക് പതനമുണ്ടാകാൻ പോകുന്നു. ആ പതനം ആസന്നമായതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ചൊന്നും തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കില്ല. ഈ ജർമ്മനിയിലെ ഉദാഹരണം ഇപ്പോൾ വിജയരാഘവൻ LDF കമ്മ്യൂണിറ്റി ഉന്നയിക്കുന്നു. അതായത് തീ കത്തിച്ചവർ തന്നെ വന്ന് പ്രതിഷേധം നടത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഉദാഹരണം. ആര് ഉദ്ദേശിച്ചാണോ അദ്ദേഹം പറയുന്നത്? ഒരുപക്ഷെ BJP ആയിരിക്കും, എനിക്കറിയാം. എന്തായാലും പ്രതിപക്ഷം അതിന്റെ വിമർശനമാണ് പ്രധാനമായും. ഏതായാലും വിജയരാഘവൻ ഞാൻ മറുപടി പറയാനില്ല. ഞാൻ നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സെക്രട്ടറി പറഞ്ഞ ആരോപണങ്ങൾക്ക് പലവട്ടം ഞാൻ മറുപടി പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നടന്ന ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJPയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവർക്കും തന്നെ അറിയാം, വാസ്തവവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഈ രാജ്യം അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു നുണ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആശ്രയിക്കുന്നത് ഇതുപോലെ തന്നെ ഗീബൽസിനെയാണ്, ഹിറ്റ്ലർ തന്നെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത്. ആ ഹിറ്റ്ലറിന്റെ ക്യാബിനറ്റിലെ അന്നത്തെ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗീബൽസ് ഒരു സത്യം ഒരു കള്ളം 100 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യത്തുള്ള കള്ളമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം പറയാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രഹസ്യ ബാന്ധവത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാണ്? ഇതുവരെ അദ്ദേഹം ഉത്തരം പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ഇത്തരം ബാലിശമായ, ജനങ്ങൾ വിശ്വസിക്കാത്ത, നട്ടാൽ കുറുക്കാത്ത ആരോപണങ്ങൾ ഇനിയെങ്കിലും പറയരുത്. അങ്ങയോട് എനിക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ട് സ്നേഹവും ആദരവൊക്കെ തന്നെ ഉണ്ട്. അങ്ങ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പദവി ദുരുപയോഗപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയും പ്രമേയം പാസാക്കിയെന്ന് വിശദീകരിക്കുമ്പോൾ, പക്ഷേ കേരളത്തിൽ നിന്നുള്ള രണ്ടുപേർ, PJ കുര്യനും ഒന്ന് ശശി തരൂരുമാണ് അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ ഒരു സംഘടനാ നേതൃത്വം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയ 23 പേരുണ്ട്. അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതി വിലയിരുത്തിയത്? രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നലെ പ്രൊഫസർ PJ കുര്യൻ ആദ്യാവസാനം ഉണ്ടായിരുന്നു. അദ്ദേഹം സജീവമായ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഇത് സംബന്ധമായി ചർച്ച തുടങ്ങി. ഞങ്ങൾ അദ്ദേഹത്തോട് ഒരു വിശദീകരണം ചോദിച്ചു എന്നുള്ള വിശദീകരണം ചോദിക്കേണ്ട കാര്യമല്ല. കാരണം ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനാണ് പ്രൊഫസർ PJ കുര്യൻ. ദീർഘവർഷക്കാലമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തെ ലോകസഭയിൽ ഉണ്ടായപ്പോഴും രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാനായ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന്റെ കൂറിനെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ഒരിക്കൽ പോലും എനിക്ക് സംശയമുണ്ടായിട്ടില്ല. ആ കത്തിനെ കുറിച്ച് ഞങ്ങൾ പറയാതെ തന്നെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്
എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ അത്തരം ഒരു നമ്മുടെ പാർട്ടി പ്രസിഡന്റിന് അയച്ചിരിക്കുന്ന ഒരു കത്തിൽ ഒപ്പുവെച്ചതല്ല. ആ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കത്തായിരുന്നു അത്. പക്ഷേ ചില ആളുകൾ അത് പത്രത്തിന് ചോർത്തി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയധികം വഷളായത്. അത് കവിഞ്ഞ് മറ്റൊന്നുമില്ല. എന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതൊരു അടഞ്ഞ അധ്യായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അപ്പൊ ശശി തരൂരിന്റെ കാര്യമാണോ? ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാനൊരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ KPCCയുടെ അധ്യക്ഷനാണ്. ഞാൻ ഒരിക്കലും അച്ചടക്കം ലംഘിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഈ നടപടിയെ കുറിച്ചിട്ട് ശശി തരൂരാണ് പറയേണ്ടത്. സത്യത്തിൽ വർക്കിംഗ് കമ്മിറ്റി പാസ്സാക്കിയ പ്രമേയം തന്നെ എന്താണ്? പരസ്യമായിട്ട് പ്രസ്താവന നടത്തുന്നത് കോൺഗ്രസിന് ഒരിക്കൽ പോലും ഭൂഷണമല്ല, കോൺഗ്രസിന് ഒരിക്കലും അത് സഹായിക്കില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പിരിറ്റും ഇതുമായിട്ട് ഒത്തുപോകുന്നു എന്ന കാര്യം അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട്. പാർട്ടി ഫോറങ്ങളിൽ പറയണം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മാത്രമല്ല, അദ്ദേഹം നിരന്തരമായി സോണിയാജിയെ കാണാറുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണാറുണ്ട്, എല്ലാ നേതാക്കന്മാരെയും കാണാറുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും നേതാവിനേക്കാൾ സ്വാതന്ത്ര്യമെടുത്തുകൊണ്ട് എപ്പോഴൊക്കെ തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും പാർട്ടിയുടെ സമാരാധ്യ അധ്യക്ഷ സോണിയാഗാന്ധി ആകട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആകട്ടെ അദ്ദേഹത്തിന് അവസരം കൊടുക്കാറുണ്ട്. ആ അവസരം അദ്ദേഹം ഉപയോഗിക്കാറുമുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തരമൊരു കത്ത് എഴുതിയതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ഈ കത്ത് എഴുതിയ സാഹചര്യം അറിയില്ല. അത്രമാത്രം അതേക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഏതായാലും വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പാർട്ടി വേദികൾ അദ്ദേഹം പറയണമെന്ന് മാത്രമാണ് വിനീതനായിട്ട് ഒരു സുഹൃത്ത് എന്ന രൂപത്തിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. സുഹൃത്ത് എന്ന നിലയിൽ KPCCയുടെ അഭിപ്രായം, തിരുവനന്തപുരത്ത് നിന്നുള്ള MP എന്ന നിലയിൽ KPCCയുടെ അഭിപ്രായം ഇക്കാര്യം ശശി തരൂരിനെ അറിയിക്കുമോ? അറിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പാർട്ടി അറിയിച്ചോളൂ. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം ഇപ്പൊ ഡൽഹിയിൽ, നിങ്ങൾക്കറിയാമല്ലോ എത്ര മാസമായി അദ്ദേഹം ഡൽഹിയിലായിട്ട്. അദ്ദേഹം കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം നമ്മൾ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഡൽഹിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. നേതാക്കന്മാരെ അദ്ദേഹം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, നിരന്തരമായിട്ട് കാണുന്നു. ഡൽഹിയിൽ തന്നെയാണുള്ളത്. സായാഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ സായാഹ്ന എന്താണ് യോഗങ്ങൾ ചേരാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ ഡിന്നറുകൾ നടത്താനുള്ള കാര്യം നിങ്ങളാണ് റിപ്പോർട്ട്, ഞാനല്ല. എനിക്കറിയില്ല, ഞാൻ ഡൽഹിയിലൊന്നും പോകാറില്ല. അല്ല, ഈ ഒരു ഡിന്നറിലാണ് ഇങ്ങനെ ഒരു കത്ത് തന്നെ രൂപീകൃതമാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഞാൻ ഈ ഡിന്നർ ഡിപ്ലോമസിയിലും ഡിന്നർ പോളിറ്റിക്സ് ഒന്നും വിശ്വസിച്ച ആളല്ല. ഞാൻ അങ്ങനെ ഡിന്നറിന് പോകാറില്ല. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഈ പാർട്ടിയിൽ പറയാം? ഞാൻ തുടരെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ, ഈ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയ പാർട്ടിയാണ്. അത് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇന്റേണൽ ഡെമോക്രസി പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണ്. ആർക്കും പാർട്ടിയുടെ ഫോറത്തിൽ പറയാം, പരസ്യമായിട്ട് പത്രപ്രസ്ഥാനം നടത്തുക, പരസ്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുക. അതൊക്കെ തന്നെ പാർട്ടിയുടെ അച്ചടക്കത്തിന് സഹായകമാകുമോ? പാർട്ടിയുടെ ആരോഗ്യകരമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് സഹായകരമാകുമോ? നിങ്ങളാണ് ഉത്തരം പറയുന്നത്, ഞാനല്ല. ഈ കോവിഡ് മഹാമാരി ഉണ്ടായ കാലം മുതൽ തരൂർ ഡൽഹിയിലാണെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വരണമെന്ന് KPCC ആവശ്യപ്പെട്ടു. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴത്തെ പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അദ്ദേഹം അതൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു KPCC ഒരു ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് തരൂരെന്ന് വിലയിരുത്തിയിട്ടുണ്ട് പല അഭിപ്രായങ്ങളും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇതെന്താ നിങ്ങൾ CPM-നെ പോലെ ചെറിയൊരു പ്രാദേശിക പാർട്ടിയാണത്? അതൊക്കെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ ഡെമോക്രസി പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫോറങ്ങൾ ഉപയോഗിക്കല്ലാതെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയരുത്, പത്രങ്ങൾക്ക് വാർത്തകൾ ഇതുപോലെ ചോർത്തി കൊടുക്കരുത് എന്ന കാര്യം എല്ലാം വ്യക്തമല്ലേ അതിൽ? എവറിത്തിങ് ഈസ് ഇംപ്ലൈഡ്. കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തെ UDF വേണ്ട എന്ന് തന്നെയാണോ രാഷ്ട്രീയ സമിതിയുടെ? അല്ല, അതിപ്പോ വരുന്ന UDF-ന്റെ 3-ാം തീയതി യോഗമുണ്ട്. ആ യോഗമാണ് തീരുമാനിക്കുക. അതല്ലാതെ അതേക്കുറിച്ചിട്ട് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. അത് പലവട്ടം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാണ്.
അല്ലാതെ ഇനി അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ? ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒപ്പം നിൽക്കാതെ മാറി നിന്ന പാർട്ടിയൊക്കെ നേതാക്കളല്ല, 2 MLA മാർ. ഞാൻ മിസ്റ്റർ അജിത്തിനോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടത്തിയിട്ടില്ല. അത് വരാൻ പോകുന്ന ഈ UDF-ന്റെ യോഗത്തിൽ അത് സംസാരിക്കുമെന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ KPCC നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ശശി തരൂർ സ്വീകരിക്കുന്നത്. ഒന്നുകിൽ KPCC കീഴിൽ വരുന്നത് ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നേരിട്ട് KPCC അറിയിക്കുക, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ വിവരം അറിയിക്കുകയോ ചെയ്യും. ഹൈക്കമാൻഡിന് അറിയാമല്ലോ, ഞാൻ എന്തിനാ അറിയിക്കേണ്ട കാര്യം? ഹൈക്കമാൻഡിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഈ നിയമസഭയിൽ കോൺഗ്രസ് MLA-മാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള അഭിപ്രായം ഒരിക്കലുമില്ല. ഇന്നലെ ഞങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് ചർച്ച നടത്തി. അവർക്ക് പരിമിതമായ സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പെർഫോമൻസ് മോശമാണെന്ന് അങ്ങ് പറയും. പരിമിതികൾ ഉണ്ടായിരുന്നു. ആ സമയപരിമിതിയാണ്. മുഖ്യമന്ത്രിക്ക് 3 മണിക്കൂർ 3.25 മണിക്കൂർ സമയം കിട്ടും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറെ കുറിച്ച് നിങ്ങൾ ആ കാര്യം പറഞ്ഞു നന്നായി. സത്യത്തിൽ ഇതുപോലെ ഈ സ്പീക്കർ എന്ന് പറഞ്ഞ ആരാണ്? കസ്റ്റോഡിയൻ ഓഫ് ദ ഹൗസ് എന്നാണ് പറയുന്നത്. ആ ഹൗസിന്റെ കസ്റ്റോഡിയനാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്, എനിക്കറിയാം, ഞാൻ ലോകസഭയിൽ എത്രയോ വർഷക്കാലം ഒരംഗമായിരിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ട് വിനീതനായ എനിക്ക് ആ സന്ദർഭങ്ങളൊക്കെ തന്നെ ഇത്തരം അവിശ്വാസ പ്രമേയമൊക്കെ തന്നെ നടക്കുമ്പോൾ സാധാരണ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സമയമൊന്നുമല്ല സ്പീക്കർമാർ അനുവദിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു കൺസെഷൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് കാണിച്ചില്ല. മുഖ്യമന്ത്രി 3.25 മണിക്കൂർ പ്രസംഗിച്ച സമയത്ത് ഈ സമയപരിമിതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം തുടക്കം തന്നെ പറഞ്ഞു, കോവിഡ് കാലമാണെന്ന് ഓർക്കണം, സാമൂഹ്യ അകലം പാലിക്കേണ്ടതാണ്, സമയപരിമിതി ഉണ്ടെന്ന കാര്യം അദ്ദേഹം ഓർപ്പിക്കുകയാണ്. ഇതുപോലെ അനാദരവ് കാണിച്ചൊരു സ്പീക്കർ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടില്ല. മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ അലങ്കരിച്ച പദവിയാണ് അദ്ദേഹം അലങ്കരിക്കുന്ന പദവി എന്ന കാര്യം ഓർക്കണം. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലേക്കൊന്നും ഞാൻ കടന്നുപോകാൻ കഴിഞ്ഞില്ല. ഇതുപോലെ കേരള നിയമസഭയോട് അനാദരവ് കാണിച്ചൊരു മനുഷ്യൻ ഏതൊരു സ്പീക്കറുടെ ഉന്നതമായ ആ ഒരു കസാരയുണ്ടോ, അല്ലെങ്കിൽ ആ ഇരിപ്പിടമുണ്ടോ, ആ ഇരിപ്പിടം താഴേക്ക് തട്ടിമറിക്കാൻ വേണ്ടി സഹായിച്ച ഒരാളാണ് അദ്ദേഹം. ആ പോഡിയത്തിലേക്ക് കയറിപ്പോയ ആളാണ് അദ്ദേഹം. ആ കാര്യം മനസ്സിലാക്കണം. അപ്പൊ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ, അതിലപ്പുറം ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഏതായാലും ഒരു പദവി ഞങ്ങൾ അലങ്കരിക്കുമ്പോൾ ആ പദവിയോട് ബഹുമാനവും അതുപോലെ അതിനോട് സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കണം. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ പോലെ പെരുമാറാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു.